ഹലോ, ഇന്ന് കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. ഇന്ന് നമ്മൾ പാലക്കുന്നിലേക്ക് വന്നിട്ടാണ് ഉള്ളത്. എന്തിനാന്ന് വന്നത് വെച്ചാൽ നമ്മളെ കുട്ടാട്ടൻ കുറേ നാളായി വന്നിട്ട്, അപ്പം നാളെ കുട്ടാട്ടൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടാട്ടൻ വിളിച്ചിട്ട് നമ്മൾ വന്നതാണ് നിൽക്കാൻ. അപ്പം നമ്മൾ മാത്രമല്ല, എല്ലാവരും വന്നിട്ടുണ്ട്. അച്ചാച്ചനും അമ്മമ്മയും മേമയും കിച്ചുട്ടനും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ വന്നാണ് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പം അവിടെ ആപ്പിൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആപ്പിളും കൂടെ കഴിച്ചു. അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ. നല്ല വരുമ്പോഴേ തുടങ്ങിയ മഴ ഇതുവരെ നിന്നിട്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ശശിയളപ്പൻ ചിക്കൻ ചൂക്കി ഉണ്ടാക്കുന്നു കേട്ടോ. ശശിയളപ്പൻ്റെ സ്പെഷ്യലാണ്. വർത്താനം പറയുന്നുണ്ടായിന്. അപ്പം അമ്മമ്മ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നതായിട്ട് കൈ പൊത്തിഞ്ഞാന്ന് കേട്ടോ. ഇതാണ് ഇവരെ വീട്. നമ്മൾ മുകളിലോട്ട് പോയാണ്. മുകളിൽ ഇവർ പുല്ല് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ കളിക്കാൻ നല്ല രസമാണ്. പിന്നെ അത് കുറച്ച് താഴ്ന്നതാണ്ട് സ്ലൈഡ് വരെ ഇറങ്ങാൻ കഴിയും. അപ്പം അതിൽ ഇരുന്നിട്ട് വന്നപ്പോഴേ ഓന് മുകളിൽ കയറാൻ വേണ്ടിയിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കയറിയിട്ടേ ഇല്ല. അപ്പം ഇപ്പം നമ്മൾ കയറിയിട്ടോ. അപ്പം ഇടുന്ന് ഇറങ്ങലായി, മറിയലായി, തിരിഞ്ഞോടലായി. ഓന് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പം ഈ വീഡിയോയിൽ എടുക്കുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കളിക്കുന്നത് മാത്രമേ ഇല്ലല്ലോ. അപ്പം ഞാൻ അവിടെ വീഡിയോ വെച്ചിട്ട് ഞാനും കൂടെ കളിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ കിച്ചുട്ടനെ കിട്ടാൻ കുറേ നാളായി ഇവൻ്റെ അപ്പുറം കളിച്ചിട്ട്. അതുകൊണ്ട് ഇന്നലെ നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ അവൻ്റെ അപ്പുറം നന്നായിട്ട് കളിച്ച് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ കടക്കലായി, തിരിയലായി, ഉരുളലായി, ഒന്നും പറയണ്ട. സമയം ഇറങ്ങിയെല്ലാം കളിച്ചോ. അപ്പം പുറത്ത് നല്ല മഴ പെയ്യുന്നു, നല്ല തണുപ്പുണ്ട് കേട്ടോ. എനിക്ക് വരുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് കുറച്ച് കഴിയുന്നുണ്ടായിട്ടാ. ഇപ്പം എൻ്റെ സൗണ്ടിന് വ്യത്യാസമുണ്ട്. എനിക്ക് ചുമയും ജലദോഷം ഉണ്ടായിന്. അപ്പം വീഡിയോ എടുത്തില്ല. അപ്പം നാളത്തെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തും കേട്ടോ. വേറെ വീഡിയോ ആക്കാണ്ട് വിചാരിച്ചിട്ട് ഞാൻ നാളത്തെ പോകുന്ന വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തും. പക്ഷേ എയർപോർട്ടിലേക്കൊന്നും പോകുന്ന എടുക്കില്ല, പാക്ക് ചെയ്യുന്നില്ല, ഞാൻ എടുക്കും കേട്ടോ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് ഹരിക്കുട്ടൻ വന്നു കേട്ടോ. അപ്പം നമ്മൾ എല്ലാവരും കൂടിയിട്ട് വിചാരിച്ചു, മഴയിലല്ലേ അപ്പോൾ പുറത്ത് ചെയ്യാൻ കഴിയില്ലല്ലോ എന്തായാലും. അപ്പം ലുഡോ കളിക്കാൻ വിചാരിച്ചു. അപ്പം എല്ലാവരും ഹാളിൽ വട്ടത്തിലിരുന്നിട്ട് ലുഡോ കളിക്കുന്നു കേട്ടോ. അപ്പം കിച്ചുട്ടന് ഹരിക്കുട്ടനെ കിട്ടിയോണ്ട് ഭയങ്കര സന്തോഷമായി. അപ്പം അവരപ്പുറം കളിച്ചു കേട്ടോ. ഇവർക്ക് പോകണം. അതുകൊണ്ട് ഇവർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ ലീലമ്മ സ്പെഷ്യലെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന്. ചിക്കൻ ചുക്ക, നെയ്പ്പത്തിൽ, റൊട്ടി, അങ്ങനെ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം അച്ചാച്ചൻ അമ്മമ്മയും ഇവരപ്പം തന്നെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം അവരിന്ന് ഇവിടെ നിൽക്കുന്നില്ല, നമ്മൾ പക്ഷേ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുന്നു. അപ്പം ഇവർ പോകുന്നത് സുമ്മമായിരെ അച്ഛനപ്പുരാന്ന് കേട്ടോ. അപ്പം ഇവർ ഓട്ടോയിലാണ് വന്നത്. അപ്പം ഇവരെ പറഞ്ഞേക്കാൻ വേണ്ടി പുറത്തുതന്നെ കുട്ടാടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവർ പോകുമ്പോഴും ഉണ്ട് മഴ, ഇവർ വരുമ്പോഴും ഉണ്ട് മഴ. മഴയ്ക്കൊരു ശമനം പോലും ഉണ്ടായിട്ടാ. അപ്പം വീഡിയോ എടുക്കുമ്പോൾ സിറ്റൗട്ടിലേക്ക് ചിന്നൽ തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വഴുതുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പേടിച്ചു. അപ്പം നമ്മൾ മുകളിൽ നിന്ന് വന്നു. അപ്പം ഇത്ര സമയം മുകളിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം താഴോട്ട് വന്ന് ഇവരെ പറഞ്ഞേക്കാൻ നിൽക്കലായി. അപ്പം ഇവരെല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് ഇവർ ഓട്ടോയിൽ പോവുകയാണ്. ഇവർ എന്നിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ സുമമ്മായിയും അവരെ അച്ചാച്ചനും അമ്മമ്മയും ഒന്നിച്ച് പോകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം അവരെല്ലാവരും വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ വേഗം അവരെ യാത്ര അയച്ചിട്ട് നമ്മൾ ഉള്ളിലൊക്കെ കയറി കേട്ടോ. വാതിൽ അടച്ചു അപ്പോഴത്തേക്കും നല്ല മഴ പിന്നെയുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് എത്തുമ്പോഴേക്ക് കൂട്ടാട്ടിന് വിശന്ന് പറഞ്ഞു കേട്ടോ.
അപ്പോഴത്തേക്ക് നമുക്ക് നല്ല വിശപ്പായി. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. കാരണം ചിക്കൻ കറിയും റൊട്ടിയെല്ലാം ആടിയിരിക്കും. നമുക്ക് എങ്ങനെയാണല്ലേ വിശപ്പ് വരാണ്ടിരിക്കണേ. അങ്ങനെ നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട് പറയാമല്ലോ. ചിക്കൻ ചുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ശശികളപ്പൻ ആക്കിക്കൊണ്ട് പറയുന്ന ടേസ്റ്റാണ്. ദുബായ് സ്റ്റൈലാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായത്. അപ്പം നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ നല്ല അമ്പൂവിൻ്റെ അടി അടിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് ബാഗിലേക്ക് പെട്ടിയിലേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾ ഇരുന്ന് അത് ആസ്വദിക്കുകയാണ്. എല്ലാം കൂടി എടുത്തു വെച്ചു കേട്ടോ. അപ്പം അവിടെ ഇരുന്ന് കിച്ചടിന് എന്തെല്ലോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്, പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. ചിലത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനഗണമന ചൊല്ലിയെന്നൊക്കെ. ഇപ്പം കുറച്ചായി അവൻ അംഗനവാടിയിൽ പോകാൻ തുടങ്ങിയിട്ട് അതിൻ്റെ എല്ലാ കുറ്റങ്ങളും കാണുന്നുണ്ട് കേട്ടോ. അപ്പം കിച്ചുട്ടൻ്റെ ജനഗണമന കേൾക്കാട്ടോ. ഓന്റെ ജനഗണമായിട്ടൊക്കെ നിങ്ങളെ ഞെട്ടും പാടുവാണ്. ജനഗണമാണ് പിന്നെ പാട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ കുട്ടാടിൻ്റെ സ്പീക്കർ എടുത്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും നമ്മൾ കൊടുത്തു കേട്ടോ. അപ്പം എനിക്കത് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു കേട്ടോ. അപ്പം നമ്മൾ കുറേ നാളെ കുട്ടാടൻ ജിമ്മിൽ പോകുന്ന അപ്പോൾ പവർ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഞാൻ കുട്ടാടിൻ്റെ പുറത്ത് കയറിയിരുന്നു കേട്ടോ. അപ്പം നല്ല പവർ ഉണ്ടായിന്. അപ്പം ഞാൻ കുറേ സമയം എൻ്റെ മുകളിൽ കയറിയിരുന്ന് ഞാൻ എൻ്റെ ദേഷ്യം തീർത്തു. അങ്ങനെ നമ്മളെല്ലാവരും വട്ടത്തിലിരുന്നിട്ട് വർത്താനം പറയല്ല കേട്ടോ. കുറേ നാളായി നമ്മൾ കണ്ടിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ അവിടെ നിന്ന് ഉറക്കെ കഴിഞ്ഞത് രാവിലെ നമ്മൾ അവിടെ നിന്ന് വിട്ടു കേട്ടോ. അപ്പം കുട്ടാട്ടിനെ കൂടെ യാത്രയിലാക്കി അവിടെ നിന്ന് വന്നു.